അപ്പോൾ റേഷൻ പടിയിലെ പച്ചരി ചോറ്റരി എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് കരടും കുറുമ്പൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അധികം ആളുകൾ അത് വാങ്ങാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആരും റേഷൻ കടയിൽ തരി വാങ്ങാതിരിക്കരുത്. വാങ്ങിയിട്ട് ഇതുപോലുള്ള പലഹാരമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് വലിയൊരു ചിലവോ കാര്യമൊന്നും ഇല്ലാതെ ഇഷ്ടം പോലെ നമ്മുടെ മനസ്സിന് അതുപോലെ തന്നെ നല്ല ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള പലഹാരം നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണ് ഞാൻ റേഷൻ പടിയത്തെ പച്ചരിയല്ല ചോറ്റരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അരിക്ക് നമ്മൾ കരിഞ്ചെന്ന് വാങ്ങുന്ന പോലല്ല. ഈ അരിയിൽ ചിലപ്പം ചില അരികളിലൊക്കെ നല്ലോണം കരടും കുറുമ്പും കല്ലും മുള്ളും പുല്ലും എല്ലാം ഉണ്ടാവും അല്ലേ. പക്ഷെ ചില അരി നല്ല ഫ്രഷ് ആയിട്ടും കിട്ടൂട്ടോ. അപ്പൊ ഈ ഒരു അരിയിൽ വലിയൊരു പ്രശ്നമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊരു കൊത്താള അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പെറുക്കിയതിന് ശേഷം ഞാൻ നല്ലോണം ഒന്ന് കഴുകി എടുക്കുകയാണ്. നല്ലോണം കഴുകണം. നമ്മൾ സാധാരണ കരിഞ്ചന്തന്റെ അരി കഴുകണേക്കാളും 2-3 പ്രാവശ്യമൊക്കെ ഏറെ കഴുകാറുണ്ട് കേട്ടോ. ഞാൻ ചില സമയത്തൊക്കെ ചുടുവെള്ളം തിളച്ച വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നല്ലോണം കഴുകാറുണ്ട്. ചില അരിക്കൊക്കെ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിപ്പോ അത്ര അങ്ങോട്ട് മോശപ്പെട്ട ഒരു അരിയൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു അരിയാണ്. ഇതുകൊണ്ട് ചോറ് വെച്ചിട്ടും നല്ലൊരു ചോറ് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു കരി നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം എന്ത് ചെയ്ത് നല്ലോണം തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചാണ്. ഈ ഒരു തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് ഒരു 2-3 മണിക്കൂർ ഒന്ന് കിടക്കുമ്പോഴേക്കും നല്ലോണം ഒന്ന് കുതിർന്നിട്ട് കിട്ടും. അപ്പൊ എനിക്കിപ്പോ ഇന്ന് തന്നെ ഉണ്ടാക്കണം തോന്നിയതുകൊണ്ടാണ്. നിങ്ങൾ നാളേക്കൊക്കെ ആണെങ്കിൽ ഇന്ന് രാത്രിയിൽ അരി സാധാരണ വെള്ളം ഒഴിച്ചിട്ട് തന്നെ കുതിർക്കാൻ വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ തിളച്ച വെള്ളം ഒന്നും ഒഴിക്കണം എന്നില്ല. ഞാനിപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിക്കണേ. ഈ ഒരു സമയം കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലേക്ക് ചെറിയൊരു അരപ്പൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയുള്ളി എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയുള്ളി എടുക്കുക. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 4-5 ചെറിയുള്ളി എടുത്തിട്ട് ഇതുപോലൊന്ന് ഒരു മിക്സിയിൽ ജാറൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 5-6 സ്പൂണ് തേങ്ങ, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം നല്ല ജീരകം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരുപാട് അരിഞ്ഞു പോകണമെന്നൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് നമ്മൾ ചമ്മന്തിക്കൊക്കെ പൊടിക്കണ പോലെ ഒന്ന് നുറുങ്ങി കിട്ടിയാൽ മതിയാവും. പിന്നെ ഒരു കാര്യം, നല്ല ജീരകത്തിന് പകരം പെരുംജീരകം വേണമെന്ന് പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ആരും കമന്റ് ചെയ്യണ്ട കേട്ടോ. പെരുംജീരകം പറ്റൂല എന്നല്ല, പക്ഷെ ഈ ഒരു പലഹാരത്തിന്റെ ടേസ്റ്റ് കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ജീരകം തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു നല്ല ജീരകത്തിനെല്ലാം പൊടിച്ചു വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് ശർക്കര വെച്ചിട്ടാണ് ചെയ്യണത്. നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കണോണ്ട് തന്നെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളെ കയ്യിൽ ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു 2-3 അച്ച് ശർക്കര നല്ലോണം ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നല്ലൊരു ശർക്കര പാനി ആക്കിയിട്ട് ഇതെടുത്ത് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും അരിച്ചെടുക്കണം, കാരണം അതിൽ കരടോ കുറുമ്പോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ശർക്കരപ്പാനി നമുക്കൊന്ന് കുറച്ചൊന്ന് തണുക്കാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ ഒരുങ്ങണീൻ്റെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അരി വെള്ളത്തിടുക. വെള്ളത്തിട്ട് കഴിഞ്ഞാൽ ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ശർക്കരപ്പാനി ഞാൻ ഉപയോഗിച്ചിട്ടാണ് അരി ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരി ഊറ്റി വെക്കുക അങ്ങനൊന്നും വേണ്ട. എന്ത് ചെയ്യാം, അരി വാരിയിട്ട് നേരെ മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചോളി കേട്ടോ. ചെറിയ ജാറിൽ അരച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ ഇത് ആകെ 2-3 മണിക്കൂർ ഞാൻ അത് വെച്ചിട്ടുള്ളൂ കുതിർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ ജാറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ലോണം ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചെറിയ തരികളുണ്ട് അരച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു 3 അച്ച് ശർക്കര വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു വെള്ളം, ഒരു 3 അച്ച് ശർക്കരയൊക്കെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കി എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം കറക്റ്റ് മധുരമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മധുരം വെച്ചിട്ട് ചെയ്യണതാണെന്ന് വിചാരിച്ചിട്ട് ഉപ്പ് ചേർക്കാതിരിക്കണ്ട. ഏതൊരു മധുരം വെച്ചിട്ട് ചെയ്യണേക്കും ഉപ്പ് ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞ് തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കർ എടുക്കുക. ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ലേശം ഓയിൽ, ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചെടുക്കുക. ഓയിലിന് പകരം വേണമെങ്കിൽ നിങ്ങളടുത്ത് നെയ്യ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു നെയ്യായാലും ഓയിലായാലും ചൂടാണ് സമയം കൊണ്ട് ഒരു കുഞ്ഞ് ബേ ലീഫും
ഒരു 8-10 മണി കുരുമുളകും, ഒരു 2-3 ഗ്രാമ്പു, ഒരു 2 ഏലക്ക, ചെറിയൊരു 2 കഷ്ണം പട്ട, ഇതെല്ലാം ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് ചൂടായി മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു അത്യാവശ്യം വലിപ്പമുള്ള വലിയ സവാളയാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ സവാളൊക്കെ ആണെങ്കിൽ 2 എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തുകൊണ്ട് അതും കൂടി ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സവാള നന്നായിട്ട് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കാം. അപ്പോൾ ആ ഒരു സവാളൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയം കൊണ്ട് ഇതുപോലെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത 3 തക്കാളി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 5-6 വെളുത്തുള്ളി ആയിക്കോട്ടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കിത് ഏതായാലും നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇഞ്ചിഞ്ഞ് അരയാതെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാണ്. നിങ്ങൾ മിക്സിയുടെ ജാറ് നല്ല മോശമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മല്ലിച്ചപ്പ് കുറച്ച് ഒരു 1/2 പിടിയോളം ഉണ്ട് കേട്ടോ, തണ്ടടക്കം അരിഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകും കട്ട് ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് നരച്ചെടുക്കാണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് സൈഡൊക്കെ കരിഞ്ഞു പോണേന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടോ സവാളൊക്കെ. അപ്പോൾ ഇത് മുഴുവനും ഞാൻ അരച്ചെടുക്കുകയാണ്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ഒരു തക്കാളി തന്നെ അത്യാവശ്യം നല്ലോണം അരിയാനുള്ള വെള്ളം ഉണ്ടാവുമല്ലോ. തക്കാളി അരിയാണെങ്കിൽ പിന്നെ എനിക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് നരച്ചെടുത്തതിന് ശേഷം ഈ തക്കാളിൻ്റെ ഇതിൻ്റെ ഒക്കെ ഒരു പച്ച ചുവ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. കാരണം തക്കാളിയും എല്ലാം അരിഞ്ഞതാന്ന് വിചാരിച്ചിട്ട് നമ്മളിത് വേവിക്കാതിരിക്കരുത്. അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറുന്ന വരെ ഒരു ലോ ഫ്ലെയിമിലോ ഇനിയിപ്പം നല്ല ഫ്ലെയിമോട് കൂടി തന്നെ ഇളക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുത്തോളി. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ നല്ലൊരു ടേബിൾ സ്പൂണ് ഈ കപ്സ മസാല ഉണ്ടല്ലോ, അതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യൂബ്സ്, ചിക്കൻ ക്യൂബ്സോ അല്ലെങ്കിൽ ഏത് ക്യൂബ്സായാലും പറ്റും. ഞാനിപ്പോൾ ചിക്കൻ ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത്. അത് ഒരെണ്ണം ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ ഈ ചിക്കൻ ക്യൂബ്സിലൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആ ഒരു ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ലേശം ഒരു 1/2 കിലോനോളം ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ചിക്കൻ ഇല്ല കയ്യിലെന്നുണ്ടെങ്കിൽ ചിക്കന് പകരം നിങ്ങൾക്ക് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സോയാബീൻ നന്നായിട്ട് തന്നെ കുറച്ച് തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നല്ലോണം 2-3 പ്രാവശ്യം പിഴിഞ്ഞ് അതിൻ്റെ കട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ സോയാബീൻ വെച്ചിട്ടോ അതല്ലെങ്കിൽ കോഴിമുട്ട വെച്ചിട്ടോ ഇനി ചിക്കനോ ബീഫ് എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ എനിക്കിത് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ചിക്കനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിന് കേട്ടോ. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ട്. ഇനി ഞാനിതാ ഇതിലാണ് അരി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലൊരു 2 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അരിയൊക്കെ ഞാൻ കുറച്ച് മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല അടിപൊളി റേഷൻ അരി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെള്ളം 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ സാധാരണ എടുക്കുക. പക്ഷേ നമ്മൾ ഈ ഒരു തക്കാളിയും അതൊക്കെ അരച്ചതുകൊണ്ട് തക്കാളി നമ്മൾ 3 എണ്ണം അരക്കുമ്പോൾ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേറെ ഉണ്ടാവും. പിന്നെ ചിക്കനിന് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഉള്ള വെള്ളം ഞാനിപ്പോൾ 4 ഗ്ലാസ് ഒഴിക്കേണ്ടോടത്ത് ഈ ഒരു ചോറായതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കണത്. അത് കറക്റ്റായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നാരങ്ങ നിങ്ങളടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളി, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ പേരിൽ ഞാനിത് ഒന്ന് നെക്കി ഓട്ടൊക്കെ ആക്കിയാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണമൊക്കെ നിങ്ങൾ കണ്ടിക്കണില്ലേ, ഉപ്പ് നമ്മൾ ഉള്ളി വേവിക്കണ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തുക്കണേ. പക്ഷേ പിന്നെ ഇതെല്ലാം ഇട്ടെടുത്ത് ഇളക്കിയതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ അത്യാവശ്യം ഉപ്പ് വേണം തോന്നിയപ്പോൾ ഞാൻ 2 പ്രാവശ്യമൊക്കെ ഇട്ടെടുത്ത് അങ്ങനെ ഉപ്പൊക്കെ അത്യാവശ്യം നല്ലോണം മുകളിൽ നമ്മൾ വെള്ളത്തിൽ രുചിച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ഉപ്പ് ഒരുപാട് കഴിക്കണ്ട, കുറച്ച് ഉപ്പിൻ്റെ രുചി മുന്നിൽ നിൽക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അരിയിലേക്കൊക്കെ പിടിക്കാനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അരിയും കൂടെ ഇട്ട് കൊടുത്ത് അരി നന്നായിട്ട് കഴുകി വാരി വെച്ചിന് കേട്ടോ.
നല്ലോണം വാരി വെച്ചിട്ട് വേണം കേട്ടോ, വെള്ളമൊക്കെ വാർന്ന് പോയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അരി ഒന്ന് കഴുകി വെച്ചോളേണ്ടി. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ഉപ്പ് നോക്കി നോക്കി ഇട്ടും കൊടുത്ത് ഏതായാലും ഉപ്പ് പാകമായിട്ടുണ്ട്. ഇനി ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് ലേശം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിലിട്ടോ. ഇത് വിസിലൊക്കെ വന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ മറ്റേ പരിപാടിയിലേക്ക് വരാം കേട്ടോ. പരിപാടി വേറെ ഒന്നല്ല, നമ്മൾ ആ ഒരു തേങ്ങ നല്ല ജീരകം എല്ലാം കൂടെ അരച്ചതുണ്ടല്ലോ, ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതാ കുറച്ചൊരു ലൂസായിട്ടല്ലേ നിൽക്കണത്. അപ്പോൾ ഇതിങ്ങനെ ലൂസായി വിചാരിച്ചാണ്ട് വേച്ചാറാണ്ട. ഇതുപോലെ ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ അരിപ്പൊടിയൊന്നും വേണമെന്നില്ല, നിങ്ങളെടുത്ത് അമൃതം പൊടിയോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ മുത്താറിപ്പൊടിയോ എന്ത് പൊടി വെച്ചും ചേർത്ത് കൊടുക്കാം. പക്ഷെ അമൃതം പൊടിയൊക്കെ ആകുമ്പോൾ എന്തായാലും അമൃതം പൊടിൻ്റെ ആ ഒരു ലെവലിലേക്ക് വരും ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മുത്താറിപ്പൊടിയോ ഇത് ഏതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഇല വാഴൻ്റെ ഇലയാണ്. ഇനിയിപ്പോൾ വാഴൻ്റെ ഇല ഇപ്പോൾ നമ്മൾ എല്ലാവരും അടുത്തും ഉണ്ടാവില്ല. അപ്പോൾ വാഴൻ്റെ ഇല ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും ടെൻഷൻ ആവണ്ട. എന്ത് ചെയ്യുക, നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ ബൗളൊക്കെ, ആ ബൗൾ സ്റ്റീലിൻ്റെ ഇതിൻ്റെയൊക്കെ ബൗൾ എടുത്തിട്ട് അതിൽ ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വാഴൻ്റെലിലാണ് ചെയ്യുന്നത്. വാഴൻ്റെലി ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വാഴൻ്റെലാൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഇതിലേക്ക് വരുമ്പം തന്നെ ഒരു പ്രത്യേക ഒരു രുചിയാണ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വാഴൻ്റെലുള്ളവർ അതന്നെ എടുക്കുക. എന്നിട്ട് വാഴൻ്റെല ഇതുപോലെ നമ്മളൊന്ന് കുമ്പിള് കുത്തിയെടുക്കണം കേട്ടോ. കുമ്പിള് കുത്തുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്ത് തിരികെ ഹോൾസ് കാണാൻ പാടില്ല. കണ്ടു വെച്ചിട്ട് കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഞാനിപ്പോൾ ചുറ്റിയല്ലോ അതുപോലെ ചുറ്റിയാൽ മതിയാവും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലും വല്ല ഈർക്കിളിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളടുത്ത് ഇതിന് ഇങ്ങനെ കുത്തി ഇതാക്കാൻ കഴിയണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ ഈ പിന്നുണ്ടല്ലോ സേഫ്റ്റി പിന്ന്, അതെടുത്താലും മതിയാവും. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ സേഫ്റ്റി പിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഏത് എടുക്കുകയാണെങ്കിലും അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇതാണ് ഈ പിന്നെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓൾസായി കിട്ടുകയും ചെയ്യും. പിന്നെ ഇല വാട്ടിയതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇല വാട്ടിയിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സേഫ്റ്റി പിന്നോ അതല്ലെങ്കിൽ മുട്ടസൂചിയൊക്കെ എടുക്കട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഞാൻ കുമ്പിൾ കുത്തുന്ന രീതി വളരെ സിമ്പിളാണ് കേട്ടോ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയൊരു പ്രയാസമൊന്നുമില്ല. ഒന്നെടുക്കുക, ഒന്ന് കോണ ആകൃതിയിൽ വെക്കുക, എന്നിട്ട് ചുറ്റിയിട്ട് ഒന്ന് പിന്നുത്തി കൊടുക്കുക, അത്ര പണിയേ ഉള്ളൂ. ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഇതൊക്കെ കഴിഞ്ഞു. ആവിയിൽ വേവിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ ദാ വെള്ളം ആദ്യം തന്നെ ഇഡ്ഡലി ചെമ്പ് എടുക്കുക. ഇഡ്ഡലി ചെമ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങളെ വീട്ടിൽ ചെമ്പട്ടിയോ എന്ത് പാത്രമാണോ ഉള്ളത് അതെടുക്കുക. അതിലിതാ ഇതുപോലെ എന്തെങ്കിലും ഒരു തട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചെടുക്കട്ടോ. ഈ ഗ്ലാസ് ഒന്ന് വെള്ളത്തിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ വെച്ചെടുക്കാം. അപ്പോൾ 7 ഗ്ലാസ് ഇതിൽ കൊള്ളൂല, 6 ഗ്ലാസ്സേ കൊള്ളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6 ഗ്ലാസ്സിൽ 7 കേട്ടോ വെക്കണത്. അപ്പം കുറേ ഓരോന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് മാത്രം ലാസ്റ്റ്. അപ്പോൾ ഇത് ഉള്ളിലേക്ക് കൊള്ളൂലേ, സ്റ്റീൽ ഗ്ലാസ് കൊള്ളണില്ല. അതിൽ 2 ഇതിൽ 2 കേട്ടോ നിൽക്കണത്. അപ്പം എന്ത് ചെയ്യുക, ഈ ഒരു നമ്മളെ കുപ്പി ഗ്ലാസ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് നടുവക്ക് മാറ്റിയിട്ട് ഈ സ്റ്റീൽ ഗ്ലാസിൻ്റെ സൈഡിലേക്ക് വെച്ചിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇതിൽ കൊണ്ടുകണം. 6 വെച്ചിട്ടുണ്ട്, അതിൽ 7 വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ്സിൽ 2 വെക്കാം, ഞാൻ വെച്ച മാതിരി. അപ്പോൾ ഷേപ്പ് കുറച്ചൊന്ന് പോവും, അതേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു ഇലൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ലോ ഫ്ലെയിമിലേക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ മാറ്റിയിട്ട് പിന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിക്കോട്ടെ, കാരണം നമുക്കൊരു 10-15 മിനിറ്റ് വേവിക്കാനുള്ളല്ലോ. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ 10 മിനിറ്റ് ആയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കണേ. അതും നല്ല ഫുള്ളിൽ കത്തിയിട്ടില്ല, മീഡിയം ടു ലോ ഫ്ലെയിമിലും അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. വെന്ത് ഇങ്ങോട്ട് എടുത്ത് വെച്ച്, പക്ഷെ എടുത്ത് വെച്ച പാടനൊന്നും നമുക്കത് ഗ്ലാസ് ഇതൊന്നും ആ ഒരു ഇഡ്ഡലി ചെമ്പ് എടുക്കാൻ കഴിയില്ല. കയ്യിലേക്ക് നല്ലോണം ആവി വരും.
അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് ഒന്ന് തുറന്നിട്ട് വെക്കുക. അപ്പോൾ ആ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ നമുക്ക് എടുത്ത് നോക്കട്ടാ. ഭയങ്കര നല്ലൊരു മണം എന്ന് വെച്ചാൽ ഇതിങ്ങോട്ട് തുറന്നിങ്ങോട്ട് എടുക്കുമ്പോണ്ടല്ലോ നല്ലൊരു മണം. ഈ വാഴൻ്റെ അതിൻ്റെ ആ ഒരു സ്മെല്ലും പിന്നെ നമ്മൾ ഈ നല്ല ജീരകവും ചീരുള്ളിയും തേങ്ങയും ചോറ് വെക്കുന്ന അരി വെച്ചിട്ടുമൊക്കെ എല്ലാം കൂടെ ആയിട്ടേക്കും വല്ലാത്തൊരു സ്മെല്ലുണ്ട് കേട്ടോ. ആരും ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ്. പിന്നെ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ജോലി നമുക്ക് ചെയ്യാം. കാരണം നമ്മൾ അരി വെള്ളത്തിട്ടുകൊണ്ട് നമുക്ക് എന്തും കുറച്ച് സമയമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് അരച്ച് നമ്മളിതെല്ലാം പാകം ചെയ്തിട്ട് തീമിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഏകദേശം ഒരു 10-20-25 മിനിറ്റോളം ഉണ്ട്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഒരുപാട് പണികളൊക്കെ ചെയ്യാം. അങ്ങനെ നമുക്കൊരു വേറെ പണി എടുക്കണതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം കൂടെയാണ് കേട്ടത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അരി ഇനി ആരും ചില ആളുകളൊന്നും റേഷൻ പീടികത്തെ അരി വാങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ചിലപ്പോൾ നമുക്ക് ചോറൊക്കെ നുറുങ്ങണ ചോറ് വെക്കാണ് അരിയൊക്കെ കിട്ടാറുണ്ടല്ലേ. നുറുങ്ങണ അരിയൊക്കെ കിട്ടിയാൽ നമുക്ക് ആ ചോറ് വെക്കാനും പിന്നെ ചില റേഷൻ പീടികത്തെ അരി ചില സമയത്ത് നമുക്ക് കിട്ടുമ്പോൾ അത് കഴിക്കാൻ വലിയൊരു ടേസ്റ്റ് കിട്ടാറില്ല. അങ്ങനെ ചിലത് വേഗം വേവും, ചിലത് ഒട്ടും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ചില അരിക്ക് ഉണ്ടാവലുണ്ട്. എന്നാൽ ചില അരി നല്ല ഉഷാറാവും. അപ്പം ഇങ്ങനെ മോശമായിട്ടുള്ള അരിയൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ വാങ്ങാതിരിക്കും. അപ്പോൾ വാങ്ങാതെ ഇനി നിൽക്കണ്ട കേട്ടോ. ഇതുപോലെ നിങ്ങൾ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നല്ലെന്ന് പറഞ്ഞാൽ ഇതിലും രസമുള്ളൊരു പലഹാരം ഇനി ഉണ്ടോ, ഹെൽത്തി ആയിട്ടുള്ള എണ്ണ ഇല്ലാത്ത പലഹാരം എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയട്ടെ. അത്രക്കും ഇതാണ്. ഇത് കഴിക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചു പോകും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമ്മളെ ചോറ് ഇതാ മാഷാഅല്ലാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ രുചി മക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റൂല. നമ്മൾ റേഷനിൽ വെച്ചിട്ടുള്ള ആ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ആവിയിലൊക്കെ വെച്ചെടുത്ത പലഹാരം ഉണ്ടല്ലോ, അതും 100% നിങ്ങൾക്ക് ഇഷ്ടാവും. ഈ ഒരു ചോറിൻ്റെ കാര്യം പറയാനില്ല കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു 2 സാധനങ്ങളും ഉണ്ടാക്കി നോക്കണം. വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ നിങ്ങൾ തരി. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കിട്ടോ. എല്ലാവർക്കും ഉപകാരം. ഈ 2 റെസിപ്പിയും എല്ലാവരും ഇഷ്ടത്തോടു കൂടി ഉണ്ടാക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.